എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സാധാരണ പലിശ കാണാനുള്ള ഫോർമുല I=PNR/100. ഒരു വർഷത്തേക്കുള്ളതാണ് സാധാരണ പറയുന്നത്. പലിശ നിരക്കൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വർഷത്തേക്കാണ് സാധാരണ കണക്കാക്കുന്നത്. ബാങ്കിൽ നിന്നും ഇപ്പോൾ കൃഷി ആവശ്യത്തിനായിട്ട് 10,000 രൂപ കടമെടുക്കുന്നു. അപ്പോൾ P എന്ന് പറയുന്നത് 10,000 വായ്പ എടുക്കുന്നു. പലിശ നിരക്ക് R എന്ന് പറയുന്നത് 8%. ഇനി എത്ര? ഒരു വർഷത്തേക്കാണ് നമ്മൾ സാധാരണ കണക്കൂട്ടുക. ഇവിടെ 6 മാസം കഴിഞ്ഞ് എത്ര? ഒരു വർഷത്തേക്കുള്ള പലിശ കാണാം നമുക്ക്. എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. 6 മാസം. ഒരു വർഷം എന്ന് പറയാൻ 12 മാസം. അതിന്റെ നേരെ പകുതിയാണല്ലോ 6 മാസം. അപ്പോൾ I=PNR/100. P എത്രയാണ് എടുത്തത്? 10,000 ഗുണം ഒരു വർഷത്തേക്ക്. പലിശ നിരക്ക് 8/100. PNR/100. ഒരു വർഷത്തേക്കുള്ള 8 ഗുണം 100, 800 രൂപയാണ് പലിശ. അതിന്റെ നേരെ പകുതിയാണല്ലോ 6 മാസം. ഒരു വർഷം 12 മാസമാണ്. 12 മാസത്തെ പലിശയാണ് 800. അപ്പൊ 6 മാസത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? 6 മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. 12 മാസത്തെ ആണല്ലോ 800, 400 വരും. അപ്പൊ 6 മാസം കഴിയുമ്പോ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാ ചോദിച്ചേക്കുന്നത്? മുതലും പലിശയും. 6 മാസം കഴിയുമ്പോൾ 10,000-ഉം ആ പലിശയായ 400-ഉം കൂടെ തിരിച്ചടയ്ക്കണം. 10,400. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരാൾ ബാങ്കിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി 10,000 രൂപ കടമെടുക്കുന്നു. 10,000 ആണ് PNR/100. പലിശ കാണാനുള്ള, സാധാരണ പലിശ കാണാനുള്ള ഫോർമുല. ഇവിടെ 6 പലിശ നിരക്ക് 8% തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I കണ്ടുപിടിക്കാം. P×N×R/100. P 10,000 × 1. ഒരു വർഷത്തേക്കുള്ളതാണ് 8%. അത് കണ്ടുപിടിച്ചാൽ 6 മാസത്തേക്കാണ്. അതിന്റെ നേരെ പകുതി എടുത്താൽ മതി. ഒരു വർഷം 12 മാസം. അപ്പൊ 6 മാസം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി 800-ന്റെ പകുതി 400. അപ്പൊ പലിശയും മുതലും കൂടെ 6 മാസത്തിന് ശേഷം തിരിച്ചടയ്ക്കണമെങ്കിൽ ആ 10,000 400 കൂടെ കൂട്ടുക. 10,400 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. അപ്പൊ ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്? 100. P 100. ഇനി 1 മാസം 1 പൈസ. N എന്ന് പറഞ്ഞാൽ 1 മാസമാണ് തന്നേക്കുന്നത്. 1 മാസത്തെ പലിശയാണ് തന്നേക്കുന്നത്. 1 മാസം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വർഷത്തിൽ എത്ര മാസമാണെന്നുള്ളത്? 12 മാസം. അപ്പോൾ 1 മാസം എന്ന് പറഞ്ഞാൽ 12-1. വർഷം കണക്കാക്കുമ്പോൾ 12-1. എത്ര വർഷങ്ങളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ഒരു വർഷം 12 മാസം. അപ്പോൾ N എന്ന് പറയുന്നത് നമുക്ക് 12-ൽ 1 മാസത്തെ വന്നേക്കുന്നത്. അതുകൊണ്ട് 12-1. P എന്ന് പറയുന്നത് 100 പൈസ. അപ്പോൾ ഇവിടെ I=PNR/100. സാധാരണ പലിശ I=PNR/100. ആ ഫോർമുലയിൽ നമുക്ക് R = I×100/PN. I എത്രയാണ്? 1. 1 പൈസയാണ് പലിശ. ഒരു മാസത്തേക്ക് 1 പൈസ. അതായത് N എന്ന് പറയാൻ വർഷങ്ങളുടെ എണ്ണം. ഇവിടെ വർഷങ്ങളെന്ന് പറയാൻ 12-1 വരുന്നുള്ളൂ. ഒരു മാസം ആയതുകൊണ്ട് I എത്രയാണ്? 1 പൈസ × 100/100 പൈസ. ഒരു രൂപ എന്ന് പറയാൽ 100 പൈസ ഇൻറ്റു N എന്ന് പറയുന്നത് എത്രയാണ്? 12-1. 12-1 സമം 1 × 100/100 ഇൻറ്റു ഇത് തിരിച്ചിട്ട് ഗുണിച്ചാൽ 12/1. 100 കട്ടായി പോകും. 12 കിട്ടും. R എത്രയാന്ന് കിട്ടുക? 12%. ഓപ്ഷൻ എ ആണ് ഉത്തരം. സാധാരണ പലിശ I കാണാൻ PNR/100. അതായത് അത് നിരക്കായി വെച്ചേക്കുന്നത്. R I×100/PN. N എന്ന് പറയുന്നത് 1 മാസമാണ് തന്നിട്ടുണ്ട്. 1 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 12 മാസമാണ്. ഇപ്പൊ വർഷം കണക്കാക്കുമ്പോൾ 12-1. 12-ൽ 1 മാസം. അതുകൊണ്ട് 12-1. N എന്ന് പറയുന്നത് 12-1. ഇവിടെ 1 രൂപയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. 1 രൂപ എന്ന് പറയുന്നത് പൈസയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൈസയിലാക്കിയിട്ട് ചെയ്യാം. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ. അപ്പൊ എല്ലാം പൈസയിലാക്കിയിട്ട് ചെയ്യണം. 1 മാസം 1 പൈസ. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ. ടോട്ടല് 1 രൂപ. 1 രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള പൈസ എടുക്കണം. 1 രൂപ 100 പൈസ. നമുക്ക് R = I×100/PN. I എന്ന് പറയുന്നത് പലിശ 1 പൈസ
ഇൻറ്റു 100/p. 1 രൂപ എന്ന് പറയുന്ന പൈസയാക്കി എഴുതണം. പി എന്ന് പറയുന്നത് ഇവിടെ 1 രൂപയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. 1 രൂപ എത്ര പൈസ? 100 പൈസ. I ഇൻറ്റു 100/pn, അതായത് I എന്ന് പറഞ്ഞാൽ 1 പൈസയാണ് പലിശ, ഇൻറ്റു 100/p എന്ന് പറയുന്നത് 1 രൂപയാണ്. 1 രൂപ പൈസയിലാക്കി എഴുതണം. 100 പൈസ. എന്ന് പറയുന്നതോ 1 മാസം എന്ന് പറഞ്ഞാൽ 12 വർഷം. 12 മാസത്തിൽ 1 മാസം 12 അതായത് 1 × 100/100 pn. എന്ന് പറയുന്നത് 1/12 സമം 1 × 100/100 ഇൻറ്റു 1/12 തിരിച്ചിട്ട് ഗുണിക്കണം. ഒരു ഫ്രാക്ഷൻ വെച്ച് ഹരിക്കാമെന്ന് തിരിച്ചിട്ട് ഗുണിക്കണം. 100 കട്ടായി പോകും. 12% ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതൊരു നിശ്ചയ തുക. സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 11,300 രൂപയും 4 വർഷം കൊണ്ട് 12,600 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? I = PNR/100. പലിശ നിരക്ക് 6 നമുക്ക് കണ്ട. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. PNR = I × 100. അതിൽ നിന്ന് 6 കണ്ടുപിടിക്കുക. R = I × 100/PN. കൂടെ കിടക്കുന്ന PN വെച്ച് ഹരിക്കുക. വർഷം എത്രയാണ്? N എന്ന് പറയുന്നത് 2 വർഷത്തെ പലിശ കാണാൻ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ഈ തുക എത്രയാകും? 2 വർഷം കഴിയുമ്പോൾ 4 വർഷം കഴിയും. വ്യത്യാസം കാണുമ്പോൾ 1,300 വരെ. ഈ 12,600 1,300 കുറയ്ക്കുക. ഇനി മുടക്ക് മുതൽ കാണാൻ ആകെ ഉള്ളതിൽ നിന്ന് ആ പലിശ കുറച്ചാൽ മതി. 10,000 കിട്ടും. 11,300 നിന്ന് ഈ പലിശ അടക്കമുള്ളത്. 11,300 നിന്ന് ഈ പലിശ കുറച്ചാൽ 10,000 പി കിട്ടി നമുക്ക്. അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R = I × 100/PN. I എത്ര? 1,300 പലിശ. പലിശ കണ്ടുവച്ചിട്ടുണ്ട്. ഇൻറ്റു 100 ബൈ മുടക്ക് മുതൽ എത്ര? ഈ പലിശ അടക്കമുള്ള തുകയെന്ന് പലിശ കുറച്ചാൽ മതി. 10,000 പി 10,000. 11,300 ഈ പലിശ കുറയ്ക്കുക. 10,000 ഗുണം എത്ര വർഷത്തേക്ക്? 2. അപ്പൊ ഈ 13/2 കിട്ടും. 13ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6.5. 6.5%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 2 സംഖ്യകളുടെ തുക 75 വ്യത്യാസം 20 ആയാൽ ആ സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം. 2 സംഖ്യകൾ എയും ബിയും ആണെന്നിരിക്കട്ടെ. 2 സംഖ്യകളുടെ തുക അതായത് A+B 75 തന്നിട്ടുണ്ട്. A-B തമ്മിലുള്ള വ്യത്യാസം 20 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ വർഗത്തിന്റെ വ്യത്യാസം, ആ സംഖ്യകളുടെ വർഗം ഏത് വരും? A² വരും, B² വരും. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ A² - B². A² - B² നമുക്കൊരു ആൾജിബ്രൈക്ക് ഐഡന്റിറ്റി ഉണ്ട്. കാണാതെ പഠിക്കേണ്ട സർവ്വസമവാക്യം ഉണ്ട്. അതായത് A+B × A-B ആണ് A² - B². അതായത് അങ്ങ് ഗുണിച്ചാൽ മതി. A+B എത്ര? 75. A-B 20. അതായത് 1,500 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 സംഖ്യകളുടെ തുക 47 അവയുടെ വ്യത്യാസം 43 തന്നിട്ടുണ്ട്. 43 തന്നിട്ടുണ്ട്. എന്നാൽ സംഖ്യകളുടെ ഗുണനഫലം എത്രയെന്ന് ചോദിച്ചെങ്കിൽ സംഖ്യകൾ എയും ബിയും ആണെന്നിരിക്കട്ടെ. അപ്പൊ അവയുടെ തുക A+B 47, വ്യത്യാസം A - B 43. ഇതൊരു ഇക്വേഷൻ. ആദ്യത്തെ A+B, രണ്ടാമത്തെ A+A-B എന്ന് കൊടുത്താൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ A+A, ദാറ്റ് ഈസ് 2 times A. ഇനി ഇതുകൂടെ ക്യാൻസൽ ആയിപ്പോ. -B + B 0 ആയിപ്പോ. 2A = 47 + 43. 2A = 90. 2A 90 ആയാൽ എയുടെ വില എങ്ങനെ കിട്ടും? 90/2 = 45. ഇതിൽ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബി കിട്ടും. A+B = 47, വിച്ച് ഇംപ്ലൈസ് എയുടെ വില കൊടുക്കുക. 45 + B = 47 ആയാൽ ബിയുടെ വില 47. കൂടെ കിടക്കുന്ന 45 ഇപ്പുറം ഒന്ന് കുറയ്ക്കും. 47 - 45 2 കിട്ടും. ഈ എയും കിട്ടി, ബിയും കിട്ടി, സംഖ്യകൾ കിട്ടി. സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. AB 45 × 2 90 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 90. തങ്കുവിന്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അപ്പൊ ആകെ ആൾക്കാരുടെ എണ്ണം X ആണെന്നിരിക്കട്ടെ. അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് 63 കുറയ്ക്കുക. അതിന്റെ വർഗമൂലം X² - 63യുടെ വർഗമൂലം എന്ന് പറയുന്നത് വനിതകളുടെ എണ്ണം തന്നിട്ടുണ്ട്. വനിതകളാണ്. അപ്പൊ വനിതകളുടെ എണ്ണം എത്രയാണ്? X - 63 അത് 9 തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡിലും അങ്ങ് സ്ക്വയർ ചെയ്യുക.
ഇവിടെ സ്ക്വയർ ചെയ്യുക, ഇവിടെ സ്ക്വയർ ചെയ്യുക. അപ്പൊ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോകും. റൂട്ട് അങ്ങ് ക്യാൻസൽ ആവും. റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 63 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 63 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 63 എന്ന് പറയുന്നത് 81. അപ്പൊ എക്സ് സ്ക്വയർ സമം 81 പ്ലസ് 63 144 കിട്ടും. എക്സ് സ്ക്വയർ 144. എക്സ് എന്ന് പറഞ്ഞാൽ ആകെയുള്ളവരുടെ എണ്ണം, അതായത് റൂട്ട് 144. 12 പേരാണ്, ആകെ 12 പേരാണ്. അപ്പൊ എക്സ് ആകെ ആൾക്കാരുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ, അവരുടെ വർഗത്തിൽ നിന്ന് 63 കുറച്ചാൽ കിട്ടുന്നതിന്റെ സ്ക്വയർ റൂട്ട് വർഗമൂലം എന്ന് പറയുന്നത് വനിതകളുടെ എണ്ണം തന്നിട്ടുണ്ട്. വനിതകളുടെ എണ്ണം 9 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മളങ്ങ് സ്ക്വയർ ചെയ്യണം രണ്ട് സൈഡ്. അപ്പൊ റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോകും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 63 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 63. റൂട്ട് ക്യാൻസൽ ആകാനാണ് സ്ക്വയർ റൂട്ടുള്ള കണക്കുകൾ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 63 സമം 9ന്റെ സ്ക്വയർ 81. അപ്പൊ എക്സ് സ്ക്വയർ സമം 81. ഈ മൈനസ് 63 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 63 144. അപ്പൊ എക്സ് സമം റൂട്ട് 144 എന്ന് പറയാൻ 12. അപ്പൊ ആകെ ആൾക്കാർ 12, വനിതകള് 9. അപ്പൊ പുരുഷന്മാർ എത്ര വരും? 12 9 പോകാം 3, 12 3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. √3 പ്ലസ് √3യുടെ വില 2 ടൈംസ് √3. എത്ര തവണ √3 ആഡ് ചെയ്തു? 2 ടൈംസ് 2 √3. √2 പ്ലസ് √2 പ്ലസ് √2 3 തവണയാണ് √2 ആഡ് ചെയ്തത്. അതുകൊണ്ട് 3 ടൈംസ് √2 3 √2. 1/√x പ്ലസ് 1/√x 2 ടൈംസ് 1/√x. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1/√x 2/√x. √x ഇൻറ്റു √x. റൂട്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും. എക്സ് √5 ഇൻറ്റു √5 5. √6 ഇൻറ്റു √6 6. √x പ്ലസ് y ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് √x പ്ലസ് y ഇൻറ്റു √x പ്ലസ് y. അപ്പൊ റൂട്ട് അങ്ങ് ക്യാൻസൽ ആയിട്ട് അതിന്റെ ആൻസർ x പ്ലസ് y എന്ന് വരും. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. എക്സ് 4 തവണ ഇൻറ്റു ചെയ്യുന്നു, അതായത് 4 ടൈംസ് എക്സ് 4x. 4x ആണ് അതിന്റെ ആൻസർ. 4a മൈനസ് എ. 4a മൈനസ് എ എന്ന് പറഞ്ഞാൽ 4a മൈനസ് വെറും എ എന്ന് പറഞ്ഞാൽ 1a. 4a എന്ന് 1a കുറയ്ക്കുക 3a. വെറുതെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5b പ്ലസ് ബി പ്ലസ് 6b എന്ന് പറയാം. 5b പ്ലസ് ബി മീൻസ് 1b പ്ലസ് 6b. അത് വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ലൈക്ക് ടേംസ് ഒരേ വേരിയബിൾ ആണെങ്കിൽ വെറുതെ അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. 5b 1b കൂടെ കൂട്ടുമ്പോൾ 6b 12b. ഒരു സംഖ്യയോട് 2 കൂട്ടിയതിന്റെ വർഗം 36 ആണെന്ന് തന്നിട്ടുണ്ട്. 36. അതായത് ഒരു സംഖ്യയോട് 2 കൂട്ടിയതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ. ഒരു സംഖ്യ എക്സ്, അതിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 2 അതിന്റെ വർഗം അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ് തന്നിട്ടുണ്ട്. ഈ 2 സൈഡിലും അങ്ങ് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ആൻസർ. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ സമം റൂട്ട് ഓഫ് 36. ഇവിടെ റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആകും. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറയാൻ റൂട്ട് എക്സ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2. അതായത് എക്സ് പ്ലസ് 2 സമം റൂട്ട് 36 എത്രയാണ്? 6. എക്സ് സമം 6 മൈനസ് 2. ഈ പ്ലസ് 2 ഇപ്പുറം വരുമ്പോൾ -2 സമം 4 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 തന്നിട്ടുണ്ട്. സംഖ്യ നമ്മൾ എക്സ് ആണെന്നിരിക്കട്ടെ, അറിഞ്ഞുവിടാത്തതിന് എക്സ് എന്ന് എടുക്കുന്നു. അത് സംഖ്യയോട് 3 കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 3 അതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ 64 തന്നിട്ടുണ്ട്. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ റൂട്ട് അങ്ങ് എടുത്താൽ മതി. 2 സൈഡിലും എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 64. 2 സൈഡിലും എടുക്കണം വിലക്ക്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആകും. റൂട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 3. അപ്പൊ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് 3 സമം 64ന്റെ റൂട്ട് 8. അപ്പൊ എക്സ് സമം 8. ഈ പ്ലസ് 3 ഇപ്പുറം വരുമ്പോൾ -3 സമം 5 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 8. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക 3 കോണുകളുടെ കൂടെ ആകത്തുക 180 ഡിഗ്രി ആയിരിക്കും. അത് എപ്പോഴും ഓർത്തിരിക്കും. ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. അത് ഓർത്തിരിക്കുക. 3 അളവുകൾ തന്നിട്ട് ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയ 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ആ 3 വശങ്ങളെ ത്രികോണത്തിന്റെ വശങ്ങൾ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. 3 മെഷർ വീതം തന്നിട്ട്
ഇത് താഴെ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത്. അപ്പൊ ചെറിയ രണ്ട് വശങ്ങളുടെ നീളം കൂട്ടിയാൽ വലിയ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുണ്ട്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം ബി യൂണിറ്റും ആ വശത്തേക്കുള്ള എന്നത് എച്ച് യൂണിറ്റും ആയാൽ പരപ്പളവ് അല്ലെ വിസ്തീർണം കാണാൻ ഹാഫ് ബി എച്ച്, അതായത് ഹാഫ് ബി എച്ച് പരപ്പളവ് അതാ വിസ്തീർണം കാണാനുള്ള ഫോർമുല. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.